ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഡിവിഷനിലെ കൊണ്ട ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മെൻസുറേഷനിൽ നമ്മൾ 3D ഫിഗേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കോൺ അല്ലെങ്കിൽ നമ്മൾ വൃത്തസ്തൂപികയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇതാണ് അല്ലേ. എന്താണ് ബേസ് ഏത് ഷേപ്പിലിരിക്കുന്നു? ഒരു വൃത്താകൃതിയിലാണ് ബേസ് ഇരിക്കുന്നത് അല്ലേ. വൃത്താകൃതിയിൽ ഒരു ബേസ് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇതെന്താണ് ഇതുപോലെയാണ് എന്തിരിക്കുന്നത്? കോൺ ഇരിക്കുന്നത് അല്ലേ. കോൺ വൃത്തസ്തു. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്നത് എന്താണ്? വൃത്തസ്തംഭം. അതായത് ഒരു സിലിണ്ടർ ആണെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോണ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കോണിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഇപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പം നമ്മൾ കോണ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാണുന്നതാണ് കോണിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഈ ടിപ്പിൽ നിന്ന് ഇതുവരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എച്ച് ആണ്. ഓക്കെ, ഇനി ബേസ് ഏത് ഷേപ്പിലിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു? ബേസ് സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു റേഡിയസ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് സ്മോൾ ലെറ്റർ ആർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഹൈറ്റായി, അതുപോലെ തന്നെ ആറായി. പിന്നെ ഈ ചരിഞ്ഞിരിക്കുന്ന ഈ സാധനത്തിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ലാൻഡഡ് ഹൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പം ഉയരമുണ്ട്, പാത ആരമുണ്ട്, പിന്നെ ഇത് എൽ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എൽ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതിനെ നമ്മൾ സ്ലാൻഡഡ് ഹൈറ്റ് അല്ലെങ്കിൽ നമുക്ക് ചരിവ് ഉയരം എന്ന് പറയാം. എന്താണെന്ന് പറയാം? ചരിവ് ഉയരം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ കാണുന്ന ഹൈറ്റും ഈ കാണുന്ന ബേസ് റേഡിയസും ഈ കാണുന്ന സ്ലാൻഡ് ഹൈറ്റും മൂന്നും കൂടെ ചേർന്ന് എന്തുണ്ടാകുന്നുണ്ട്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ മട്ട ത്രികോണം വെച്ചുകൊണ്ട്, അതായത് ആറും എല്ലും എച്ചിനെയും കൂടെ പരസ്പരം എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ പറയാം? അവിടെ എൽ ഈക്വൽ ടു, എൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ലാൻഡഡ് ഹൈറ്റ് ആണ്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അല്ലേ. അപ്പം നമുക്കറിയാം ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഫോർട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. റൂട്ട് ഓഫ് എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഫോർട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെന്നറിയാം. അത് കഴിഞ്ഞ് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് പറയാം. റൂട്ട് ഓഫ് എന്തായിരിക്കും? അത് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആയിരിക്കും. ദെൻ ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ഇക്വേഷൻസ് നമുക്ക് ഇതുപോലെ അറിയാം അല്ലേ. എല്ലിനെയും എച്ചിനെയും ആറിനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? എങ്ങനെയാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണമായതുകൊണ്ട് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു വൃത്തസ്തൂപികയുടെ എന്തൊക്കെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഹൈറ്റും ആറും എല്ലും കൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി നമ്മൾ വൃത്തസ്തൂപികയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റ്, റേഡിയസ്, സ്ലാൻഡ് ഹൈറ്റ് ഇവർ മൂന്ന് പേരും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് റെഡിയാക്കിയായിരുന്നു അല്ലേ. കണക്ട് ചെയ്ത് നമ്മൾ സെറ്റായി. അപ്പോൾ നമുക്കത് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു കോൺ ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു കോൺ ഉണ്ടാക്കണമെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിക്കേ, എൻ്റെ കയ്യിലൊരു സ്ക്വയർ ഷേപ്പിലൊരു പേപ്പർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാവത്തില്ല? എനിക്ക് കോൺ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നോക്കുന്നുണ്ടോ? കണ്ടല്ലോ, എനിക്ക് കോൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന പേപ്പർ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല? കോൺ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്ട ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു പേപ്പർ കണ്ടല്ലോ. ഈ കാണുന്നത് സർക്കിളാണല്ലേ. സർക്കിൾ ഷേപ്പിലുള്ള പേപ്പറിൽ നിന്ന് ഒരു പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതായത് എന്താണ് സെൻറ്ററോട് കൂടി കട്ട് ചെയ്തെടുത്തു. ഇതെന്താണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചവരാണ്. ഇതെന്താണ് എന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ സർക്കിൾ എന്ന് പറയുന്ന നിന്ന് എന്ത് ചെയ്തു? ഒരു സെക്ടർ ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു.
ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ സെക്ടറിനെ ഫോൾഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഈ സെക്ടറിനെ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ എനിക്ക് എന്തുണ്ടാക്കാൻ കഴിഞ്ഞു, കോൺ ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണണം കേട്ടോ. ഈ സെക്ടറിനെ ഞാൻ ഫോൾഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റിയത്, എനിക്ക് കോൺ ഉണ്ടാക്കാൻ പറ്റിയത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ കയ്യിലൊരു സെക്ടർ ഉണ്ടായിരുന്നു, സെക്ടറിനെ ഞാൻ ഫോൾഡ് ചെയ്തപ്പോൾ എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റി, കോൺ ഉണ്ടാക്കാൻ പറ്റി. കോണിൻ്റെ ബേസ് ഏത് ഷേപ്പിലിരിക്കുന്നു, അത് സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഈ സെക്ടറിനെ പറ്റിയാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, ഈ അടുത്ത ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു, സെക്ടറിനെ പറ്റി പറയാൻ പോകുന്നു. അപ്പം ഞാനിത് സെക്ടറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് സെക്ടറിന് എന്തുണ്ടായിരിക്കും, ഒരു സെൻട്രൽ ആംഗിൾ അല്ലേ. ഇതിൻ്റെ സെൻട്രൽ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, അതിനെ നമുക്ക് എന്താ പറയാം, സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ എന്ന് പറയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു സെക്ടർ എൻ്റെ കൈവശം ഇരിക്കുകയാണ് എങ്കിൽ എനിക്ക് എന്ത് പറയാം, എനിക്ക് ആ ഒരു സെക്ടറിനെ പറ്റിയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോക്കാം, ഇതാണ് എൻ്റെ സെക്ടർ. ഓക്കെ, ഈ സെക്ടറിന് എന്തുണ്ട്, ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട്. ഞാൻ എന്ത് പറഞ്ഞു, അതിനെ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതൊരു സർക്കിളിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. സർക്കിളിൽ നിന്ന് ഞാൻ ഈ സാധനം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനെന്ത് കാണും, ഇതിനൊരു റേഡിയസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സെക്ടർ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് പറയുന്നു, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയാം. കാര്യം എന്തുകൊണ്ട്, ഇവിടെ ഓൾറെഡി ഒരു സ്മോൾ ലെറ്റർ ആറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ട് റേഡിയസ് ഓഫ് ദ സെക്ടറിനെ നമ്മൾ എന്ത് പറയുന്നു, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഞാൻ പറയാമെന്ന പോയിന്റ്, നമുക്കറിയാം ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി ഞാൻ ഇതിനെ ഫോൾഡ് ചെയ്യാൻ പോവാം. ഞാൻ ഇതിനെ എന്ത് ചെയ്യാൻ പോകുന്നു, അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാനിതാ ഇതിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തായി, അത് കോണായി മാറി. കോണായി മാറിയപ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കേ, നമുക്കറിയാം ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് ക്യാപിറ്റൽ ആർ ആണ്. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ എന്തായി മാറും, അത് സ്ലാൻഡഡ് ഹൈറ്റ് ആയിട്ട് മാറും. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ സംഭവം, കണ്ടില്ലേ, ഇത് എന്തായി മാറും, സ്ലാൻഡഡ് ഹൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് പറഞ്ഞു, ഒരൊറ്റ കാര്യം, ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പോൾ റേഡിയസ് ഓഫ് ദ സെക്ടർ, അതായത് കോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെക്ടറിൻ്റെ റേഡിയസും, അതായത് ഇവിടെ നിന്ന് ഇതുവരെയാണ് സെക്ടറിൻ്റെ റേഡിയസ്, ഈ സെക്ടറിൻ്റെ റേഡിയസും ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും ഒന്നാണ് എന്ന് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ നിന്ന് ഇതുവരെ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആൻ ആർക്കാണ്. ഇത് ആക്ച്വലി ഇതിങ്ങനെ കോണായി മാറുമ്പോൾ ആ ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായി, ഇപ്പോൾ ബേസ് ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും, ഇതൊരു ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത്, ബേസ് പെരിമീറ്റർ എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ കാണുന്ന ലെങ്ത് ഓഫ് ആൻ ആർക്കിലായിരിക്കും. അപ്പോൾ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബേസ് റേഡിയസ് ഓഫ് ദ കോണും ഈ കാണുന്ന സെൻട്രൽ ആംഗിൾ ഓഫ് ദ എക്സും ഈ റേഡിയസ് ഓഫ് ദ സെക്ടറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ഇക്വേഷനാണ് അടുത്ത പറയുന്നത്. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്മോൾ ലെറ്റർ ആർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. x/360 ഈക്വൽ ടു എന്താണ്, സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, x/360 ഈക്വൽ ടു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതെങ്ങനെയാണ് എനിക്ക് വന്നത് എന്നതിനെക്കുറിച്ച് ഒന്നുകൂടി പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്സ് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടറും ദെൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞത് റേഡിയസ് ഓഫ് ദ സെക്ടറാണ്. ഈ ആറും എല്ലും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് രണ്ടും ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സ്മോൾ ആർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ 360 വന്നിരിക്കുന്നത് മുഴുവൻ സർക്കിൾ, അതായത് മുഴുവൻ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ആ സർക്കിളിൽ നിന്നാണ് ഒരു പോർഷൻ നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എക്സ് ഡിഗ്രി ആയിട്ട് നമ്മൾ ഈ സാധനം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ മൊത്തം ആംഗിൾ 360 അതാണ്. അപ്പോൾ ഇവരുടെ പ്രപ്പോർഷൻ, ഈ രണ്ട് ആംഗിളിൻ്റെ ഇതിൻ്റെ പ്രപ്പോർഷൻ എന്താണോ അതേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും R/R എന്ന് പറയുന്ന പ്രപ്പോർഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്, മറന്നു പോകണ്ട. എന്താണ്? x/360 ഈക്വൽ ടു r/r അല്ലെങ്കിൽ r/r ഈക്വൽ ടു x/360 എന്ന് പഠിക്കുക, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ കോണുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന പോയിന്റുകൾ എന്തൊക്കെ? ആദ്യം ഞാൻ പറഞ്ഞു എന്താണ് ഈ കോണുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിൻ്റെ L, H, R ഇവരെ 3 പേരെയും കൂടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി ഫോം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് അത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് L-ഉം R-ഉം H-നെയും ഞാൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. പിന്നെ ഞാൻ നേരെ പോയിരിക്കുന്നത് എന്താണ്? ഈ ഒരു കോൺ ഉണ്ടാക്കാൻ എന്ത് വേണമെന്ന് പറഞ്ഞു? ഒരു സെക്ടർ വേണം എന്ന് ഞാൻ പറഞ്ഞു. സെക്ടർ ഉണ്ടെങ്കിലേ നമുക്ക് കോൺ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സെക്ടറിനെ ഫോൾഡ് ചെയ്ത് നമ്മൾ കോണാക്കി മാറ്റിയപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? പുതിയൊരു റിലേഷൻ കിട്ടി. r/r ഈക്വൽ ടു x/360 എന്ന് പഠിച്ചു അല്ലേ? r ഒന്ന് സ്മോൾ ലെറ്റർ r ബേസ് റേഡിയസ് ഓഫ് ദ കോൺ, ദെൻ r ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സെക്ടർ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പറഞ്ഞു. ഈ കോൺ ഉണ്ടാക്കിയിരിക്കുന്ന സെക്ടറിന്റെ റേഡിയസ് എന്താണോ അതിന് ഈക്വലാണ് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണിന്റെ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ള കാര്യം ഓർത്ത് തന്നെ വെക്കുക. അപ്പോൾ r ഈക്വൽ ടു L ആണ് എന്നുള്ളൊരു പോയിന്റ് കൂടി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വോളിയം ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ. ആദ്യം വോളിയം കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കിതറിയാം എന്താണ്? ഈ കാണുന്നത് സിലിണ്ടറാണ്, സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ച സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr²h സിലിണ്ടറിന്റെ വോളിയം. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കോണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്തിരിക്കുന്ന കോണ്? ഇതിനകത്തിരിക്കുന്ന ഈ കോണ് നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് കോണ് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. സോ ഇതിന്റെ വോളിയം എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഫ്രണ്ടിൽ എന്ത് കൂടി ഇട്ട് കൊടുത്താൽ മതി? ഒരു 1/3 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോളിയം ഓഫ് ദ കോൺ കിട്ടും. ദ 1/3 പോർഷൻ ഓഫ് ദ സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ 1/3 പോർഷൻ ആണ് ആരെന്ന് പറയുന്നത്? കോൺ. ദ 1/3 പോർഷൻ ഓഫ് ദ സിലിണ്ടർ ആണ് ആരെന്ന് പറയുന്നത്? കോൺ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്തത്. വോളിയം ഓഫ് ദ കോൺ, നമുക്ക് നമ്മുടെ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 പോർഷൻ ആണ് ആരെന്ന് പറയുന്നത്? കോണിന്റെ വോളിയം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം വലിപ്പമുള്ള കോൺ. ക്ലിയർ ആണ്? യെസ്. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് പറയാം. നമുക്ക് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയയിലേക്ക് പോവാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏത് ഷേപ്പിൽ ഇരിക്കുന്നു? ആ ബേസ് നമുക്ക് സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സോ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയാം. ബേസ് ഏരിയ എന്ത് ഷേപ്പിലായിരിക്കണേ? സർക്കിളിന്റെ ഷേപ്പിലിരിക്കുന്നു. സോ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണ്. ഓക്കെ, πr² പ്ലസ് എന്താണ് ഈ കാണുന്ന കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ πrl. എന്താണ്? πrl. അപ്പോൾ നമ്മൾ പഠിച്ചു πrl പ്ലസ് πr² എന്നാണ് ടോട്ടൽ സർഫസ് ഏരിയ. ഈ πrl എന്തിനെ സൂചിപ്പിക്കുന്നു? കർവ്ഡ് സർഫസ് ഏരിയ സൂചിപ്പിക്കുന്നു. ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് πr². അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് കോണുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം കോൺ എന്താണെന്ന് മനസ്സിലാക്കി. കോൺ ഉണ്ടാക്കണമെങ്കിൽ സെക്ടർ വേണമെന്നുള്ള കാര്യം പിടികിട്ടി. സെക്ടറിൻ്റെ റേഡിയസും കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞു. പിന്നെ x/360 ഈക്വൽ ടു r/r എന്ന് പറയുന്ന റിലേഷൻ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. ഈ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും അതുപോലെ തന്നെ ബേസ് റേഡിയസും ഹൈറ്റും കൂടെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ വോളിയത്തെ പറ്റി പറഞ്ഞു. ദ 1/3 പോർഷൻ ഓഫ് ദ സിലിണ്ടറിൻ്റെ വോളിയം πr² ആണെങ്കിൽ കോണിൻ്റെ വോളിയം 1/3 πr² എന്ന് പറഞ്ഞു. ടോട്ടൽ സർഫസ് ഏരിയ ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ബേസ് സർക്കിൾ ഷേപ്പിലിരിക്കുന്നത് കൊണ്ട് πr². കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrl. അപ്പോൾ πrl പ്ലസ് πr² ആണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വോളിയം ഓഫ് എ സിലിണ്ടർ ഈസ് 72 cm3. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ ഓഫ് സെയിം ബേസ്? അപ്പോൾ നമുക്ക് ഒരു കോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കോൺ എന്ന് വിചാരിക്കുക. കോണല്ല, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലിണ്ടർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഈ സിലിണ്ടറിൻ്റെ വോളിയമാണ് നമുക്ക് എത്രയും നമുക്ക് തന്നിരിക്കുന്നത് 72 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇതേ ബേസ് ഉള്ള കോൺ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു സിലിണ്ടറിൻ്റെ വോളിയം നമ്മൾ പഠിച്ച കൺസെപ്റ്റായി. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ദ 1/3 പോർഷൻ ഓഫ് ദ സിലിണ്ടർ ആണ്. എന്താണ് കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് ദ 1/3 പോർഷൻ ഓഫ് ദ സിലിണ്ടർ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വോളിയം ഈക്വൽ ടു πr²h ആണ്. ഇതിൻ്റെ റൂൾ ഇങ്ങനെയാണ്, πr²h ആണ് എന്ന് പറയുന്നത് 72 എന്ന് പറയുന്നത്. അപ്പോൾ 1/3 പോർഷൻ ഓഫ് πr²h എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 72ൻ്റെ 1/3 പോർഷൻ എടുത്താൽ മതി. 72ൻ്റെ 1/3 പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/3 പോർഷൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് 72ൻ്റെ 1/3 പോർഷൻ എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 72 ഡിവൈഡഡ് ബൈ എത്രയാണ് 3 എന്ന് എഴുതുമ്പോൾ തന്നെ എന്താവും, വോളിയം ആവും അല്ലേ. 73 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, ഇവിടെ 2 ബാക്കി 12 26 അല്ലേ, 26 അല്ലേ, 3 ബാക്കി 24 കേട്ടോ, 24 സെൻറ്റിമീറ്റർ ക്യൂബാണ് ദ വോളിയം ഓഫ് ദ ക്യൂബ് എന്ന് പറയും, ദ വോളിയം ഓഫ് ദ കോൺ. അപ്പോൾ സംഭവം ക്ലിയർ ആണേ. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, സിലിണ്ടറിൻ്റെ വോളിയം എന്താണ് 900 സെൻറ്റിമീറ്റർ ക്യൂബാണെന്ന് വിചാരിച്ചോളൂ. എങ്കിൽ ഇതിൽ നിന്ന് ചെത്തിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് കർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/3 പോർഷൻ ഓഫ് 900 ആയിരിക്കും. ദാറ്റ് മീൻസ് എത്രയായിരിക്കും, നമുക്ക് 300 എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ. എന്താണ് ഈ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഈ സർക്കിളിൻ്റെ റേഡിയസ്, ഈ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് 60 ഡിഗ്രി ഉള്ള സെൻട്രൽ ആംഗിളുള്ള, നമുക്ക് 60 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള ഒരു സെക്ടർ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ക്യാപിറ്റൽ R ആണ് ആക്ച്വലി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 10. ഇതിൻ്റെ എക്സ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. ഇനി എന്ത് ചെയ്യുന്നു, ഈസ് കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്താ നമുക്ക് വേണ്ടത്, വാട്ട് ആർ ദ റേഡിയസ് of the base and the slant height of the cone made by rolling up a sector. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, ഈ അതായത് എന്താണ് R എന്ന് പറയുന്നത്, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. ഈ 10 സെൻറ്റിമീറ്റർ റേഡിയസും എന്താണ് 60 ഡിഗ്രി സെൻട്രൽ ആംഗിളുമുള്ള ഒരു സെക്ടർ മടക്കുമ്പോൾ എനിക്കൊരു കോൺ കിട്ടുമല്ലോ. ആ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്, ബേസ് റേഡിയസ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യമേ തന്നെ നമുക്ക് പറയാൻ പറ്റും R ഈക്വൽ ടു L ഈക്വൽ ടു ആറും എല്ലും ഒന്നാണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എത്രയെന്ന് കിട്ടി, നമുക്ക് 10 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എന്താണ് സ്ലാൻഡ് ഹൈറ്റ്, അത് 10 സെൻറ്റിമീറ്റർ എന്നായി. ഇനി എന്താ വേണ്ടത്, സ്ലാൻഡ് ഹൈറ്റ് കിട്ടി, ഇനി എന്താ വേണ്ടത്, ഇനി നമുക്ക് ബേസ് റേഡിയസ് വേണം. അപ്പോൾ ഇത് ഇവന്മാരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സും ആറും എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, R/R ഈക്വൽ ടു x/360 എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ സ്മോൾ ലെറ്റർ R നമുക്ക് അറിയില്ല, പക്ഷേ ക്യാപിറ്റൽ R അറിയാം, അത് 10 ആണ്. ഇൻറ്റു ഈക്വൽ ആണ് എക്സ് 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എന്താണ് 360 ആണ്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, 0 ക്യാൻസൽ ചെയ്യാം. ഇവനെയും കൂടെ നമുക്ക് വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് 6 എന്ന് വരും, ഇവിടെ 1 എന്ന് വരും. ഇനി നമുക്ക് ക്രോസ് ചെയ്യാം. 6R ഈക്വൽ ടു 10, therefore R ഈക്വൽ ടു 10/6 അല്ലേ. നമുക്ക് 10/6 ആണ് വരുന്നത്. 10/6 നമുക്ക് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5/3 ആണ് വരുന്നത്. 5/3 എന്ന് പറയുമ്പോൾ എന്ത് വരും, 126 1.66 എന്ന് വരും. 1.6 എന്ന് എക്സെട്രാ വരും. നമുക്ക് എന്ത് എഴുതാം, 1.66 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഓർ എന്താണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ന് പറയാം 1.67 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ എന്നു പറയാം, നമ്മളെ റേഡിയസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് മനസ്സിലായേ. R/R ഈക്വൽ ടു x/360 എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ടു ബി യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ 25 സെൻറ്റിമീറ്റർ സ്ലാൻഡ് ഹൈറ്റും 10 സെൻറ്റിമീറ്റർ റേഡിയസുമുള്ള ഒരു കോൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന
സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്താടാ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റ്സുകൾ ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ ബേസ് റേഡിയസ് നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് 25 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ആർ എന്ത് തന്നെയായിരിക്കും, റേഡിയസ് ഓഫ് ദ സെക്ടർ തന്നെയായിരിക്കും, 25 സെന്റിമീറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം, R/R ഈക്വൽ ടു x/360 ആണ്. അതാണ് അവരുടെ പ്രപ്പോർഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ സ്മോൾ ആർ നമുക്ക് 10, ക്യാപിറ്റൽ ആർ നമുക്ക് 25, x/360. എക്സ് കണ്ടുപിടിക്കണം. ബാക്കിയുള്ളതിനെ എല്ലാത്തിനും എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ 10 × 360/25 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും അല്ലേ. ഇതെന്ത് ചെയ്യും, ഇപ്പുറത്ത് ഒരു ഇൻഡുയും ഇതെന്താ ഡിവിഷനായിട്ട് തന്നെ കിടക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് 5 എന്ന് കിട്ടും അല്ലേ. 5 എന്നാണ് അല്ലേ. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 5. ഇത് നമുക്ക് 5 കൊണ്ട് കഴിയുമ്പോൾ 7, 2, 72. എക്സ് ഈക്വൽ ടു 72 × 2 എന്ന് പറയുന്നത് 144. സെൻട്രൽ ആംഗിൾ ഡിഗ്രി ആയതുകൊണ്ട് 144 ഡിഗ്രി എന്ന് പറയാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരേ ഒരു കൺസെപ്റ്റാണ് R/R ഈക്വൽ ടു x/360 എന്ന് പറയുന്ന റിലേഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് മനസ്സിലാക്കി തന്നെ ചെയ്യണം. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. ദ ഡയഗ്രാം ബിലോ ഷോസ് എ സെക്ടർ. അപ്പോൾ ഇവിടെ ഡയഗ്രാം ഇല്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് ഈ കാണുന്നതാണ് ഡയഗ്രാം. ഓക്കെ, എന്താണ് ഷോസ് എ സെക്ടർ. അതിൻ്റെത് 270 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നു അല്ലേ. സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ എന്താണ്, അതിൻ്റെ റേഡിയസ് 14 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ റേഡിയസ് 14 സെൻറ്റിമീറ്റർ ആണ്. ദ സെക്ടർ ഈസ് ഫോൾഡഡ് ടു ഫ്രം എ കോൺ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കയ്യിലൊരു സെക്ടർ ഉണ്ട്. ആ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 270 ഡിഗ്രി ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ സെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇതാണെന്ന് വിചാരിച്ചു നമ്മുടെ സെക്ടർ. ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര, 270 ഡിഗ്രി എന്നും ഇവിടെ നിന്ന് ഇതുവരെയുള്ള റേഡിയസ് എത്രയെന്ന് തന്നിട്ടുണ്ട്, 14 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ ഫോൾഡ് ചെയ്തൊരു കോൺ ഉണ്ടാക്കുന്നു. ഈ കോൺ ഉണ്ടാക്കുന്നു എങ്കിൽ ആ കോണിൻ്റെ റേഡിയസ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് അതേ റിലേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. R/R ഈക്വൽ ടു x/360 എന്നുള്ളതാണ് അല്ലേ. ഈ R അറിയില്ല, പക്ഷേ ഇത് നമുക്ക് 14 എന്നറിയാം. ഈക്വൽ ടു x 270 ആണ് ബൈ എന്ത് 360 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് ക്രോസ് ചെയ്യാം അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്കിവിടെ 270 × 14/360 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എത്ര കിട്ടും നമുക്ക് നോക്കാം. നമുക്കിവിടെ 90 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. 90 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 3 എന്നും വരും, ഇവിടെ നമുക്ക് 4 എന്നും വരും അല്ലേ. യെസ് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 7 എന്നും വരും, ഇവിടെ നമുക്ക് 2 എന്നും വരും. അപ്പോൾ ഇനി 21/2 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 10.5 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന കോണിൻ്റെ റേഡിയസ് എത്രയെന്ന് കിട്ടി, 10.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സർക്കംഫറൻസ് ഓഫ് എ ബേസ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് 88 സെൻറ്റിമീറ്റർ. If the height of the cone is 28 centimeter, then what is the curved surface area of the cone എന്നാണ് തന്നിരിക്കുന്നത്. The circumference of a base of a right circular cone. അപ്പോൾ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഒരു നോർമൽ കോൺ തന്നെയാണ്. ഈ കോണിൻ്റെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്, ബേസ് സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ ബേസ് പെരിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് 2πr ആണ്. കാര്യം എന്തുകൊണ്ടാണ്, സർക്കിളാണ്. ആ സർക്കിളിൻ്റെ 2πr ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 2πr നമുക്ക് എത്രയും തന്നിട്ടുണ്ട്, 88 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തരുന്നു. ഇനി എന്താ തരുന്നത്, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് 28 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിരിക്കുന്നു, ഹൈറ്റ് ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ദെൻ വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ ആണ് വേണ്ടത്. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ πRL ആണ്. πRL ആണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൈയും ആറും എല്ലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ദെൻ എന്ത് തന്നിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്, ഇവിടെ ഹൈറ്റും തന്നിരിക്കുന്നു. വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്നാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം, എങ്ങനെ കിട്ടും ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം,
നമുക്ക് റേഡിയസ് എത്രയാണെന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാം. റേഡിയസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പം ഞാൻ 2 × 22/7 ഇൻറ്റു R = 88 എന്ന് എഴുതി. ഇനി R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതിന് എല്ലാത്തും എടുത്ത് ഇപ്പുറത്തോട്ട് വന്നു. 88 എഴുതി. ദെൻ ഈ 7 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയി ബൈ 2 × 22 എന്നായി. ഓക്കെ, രണ്ട് സ്ഥലത്തും നമുക്ക് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 ആവും അല്ലേ? ഇവിടെ 8 ആവും, ഇവിടെ നമുക്ക് 2 എന്നാവും. ഓക്കെ, ദെൻ ഈ 2 × 2 4 ആണ്. 4 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് നമുക്ക് തരുന്നു 14 എന്ന് വന്നു. R = 14. അപ്പോൾ എന്ത് മനസ്സിലായി? ഇതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 14 ആണ്. ദെൻ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? 28 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ബേസ് റേഡിയസും ആയി ഹൈറ്റും ആയി. ഇനി എന്താ വേണ്ടത്? സ്ലാൻഡഡ് ഹൈറ്റും കൂടെ കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് L കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? L കണ്ടുപിടിക്കാൻ പോകുന്നു. L = √ എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് തിയറത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 28ൻ്റെ സ്ക്വയർ പ്ലസ് 14ൻ്റെ സ്ക്വയർ ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. √28ൻ്റെ സ്ക്വയർ പ്ലസ് 14ൻ്റെ സ്ക്വയർ ആണ്. ഇത്ര കിട്ടും നമുക്ക് നോക്കാം. 28ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം അല്ലേ? 28ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എന്താവും? 28ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 8 × 64 2 2 4 2 16 16 32 32 ആകുമ്പോൾ 4 8 7 784 പ്ലസ് 14ൻ്റെ സ്ക്വയർ 196. ഓക്കെ, 784 196 കൂടെ ആഡ് ചെയ്യാം. 0 ശിഷ്ടം 1 9 18 ശിഷ്ടം 1 9 980 ആണ് വരുന്നത് അല്ലേ? 980 ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് റൂട്ട് വാല്യൂ വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. 980. ഓക്കെ, √980 അല്ലേ? 980 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ആഡ് ചെയ്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ലല്ലോ. 64 4 2 16 32 4 8 4 3 7 കറക്റ്റാണ്. 784 ആണ്. ഇനി 196 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 980 വന്നു. 980 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഓപ്പൺ ചെയ്യണം അല്ലേ? 980 നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്ത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലാതെയും നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഫാക്ടറൈസേഷൻ ഒന്ന് ചെയ്യാൻ പോകുന്നു. 980 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 4 ഇവിടെ 9 0 490. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 ഇതിനകത്ത് 90 ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 90-നകത്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് 9-നകത്ത് ആകുമ്പോഴത്തേക്ക് 4 അല്ലേ? 4 5 245 ആണ്. 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 4 5 4 20 45 9 ആണ്. അപ്പോൾ നമുക്ക് 7 7 എന്ന് വരും അല്ലേ? 7 7 എന്നാണ് വരുന്നത്. അപ്പോൾ റൂട്ടിനകത്ത് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 × 5 × 7 × 7 ആണ് വരുന്നത്. 2 2-ന് ഒരു 2 ഓപ്പൺ ചെയ്തു. 2 7 ഒരു 7 ഓപ്പൺ ചെയ്തു. പിന്നുള്ളത് ഒരു 5 ആണ്. 5 എന്ത് ചെയ്യുന്നു? റൂട്ടിനകത്ത് തന്നെ കിടക്കുന്നു അല്ലേ? അപ്പോൾ എന്തിട്ടും 14√5 എന്നാണ് വന്നിരിക്കുന്നത്. എന്താവുന്നത്? 14. അപ്പോൾ ഇതിൻ്റെ L കിട്ടിയിരിക്കുന്നത് 14√5. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടി? ഹൈറ്റും കിട്ടി, റേഡിയസും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് L കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ പോർഷൻ മാത്രം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ് കേട്ടോ. റേഡിയസ് നമുക്ക് എത്രയെന്ന് കിട്ടി? 14 എന്ന് കിട്ടി. ദെൻ ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് എത്രയെന്ന് കിട്ടി? 14√5 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിയിരിക്കണേ. ഇപ്പുറത്തെ സെക്ഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ റൂട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിച്ച മെത്തേഡ് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് റൂട്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്കുള്ളതാണ്, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? അവിടെ πr_L ആണ് ഇക്വേഷൻ. 22/7 × r 14 ആണ്. L നമുക്കിവിടെ കിട്ടിയത് 14√5 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്നും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 7 കിട്ടും. ഇനിയുള്ളത് 22 × 14 × 7√5 എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എന്താണ് 14? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 14 ആകുമ്പോൾ 28 ആണ്. 28 × 11 ആണ്. 28 × 11 8 0 3 ആണ്. 308 ആണ്. 308 × 7 നമുക്ക് ചെയ്യണം. 308 × 7 7 56 6 ഇഷ്ടം 5 5 7 3 21. ഓക്കെ, 21
5/6√5 എന്താണ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സാധനം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ. 22 × 14 നമുക്ക് ചെയ്യുമ്പോൾ 8 അല്ലേ, 8 ദെൻ 2 803 കറക്റ്റ് 308 ആണ് കേട്ടോ. 308 × 7 നമ്മൾ ചെയ്യുന്നു, എന്ത് ചെയ്തു, √5 കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എ കോണിക്കൽ ഫയർ വർക്ക് ഈസ് ഓഫ് ബേസ് ഡയമീറ്റർ 10 cm ആൻഡ് height 12 cm. 10,000 such fireworks are to be wrapped in a color paper. The price of the color paper is 2 rupees per square meter. What is the total cost? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ കോണിക്കൽ ഫയർ വർക്ക് ഉണ്ട് അല്ലേ, ഈ കാണുന്നത്, അതായത് നമ്മൾ പൂക്കുറ്റി എന്ന് പറയാം അല്ലേ, പൂക്കുറ്റിയാണ്. നമുക്ക് എന്താണ് വിഷുവിനൊക്കെ നമ്മൾ പൊട്ടിക്കാറുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ദീപാവലിക്കൊക്കെ പൊട്ടിക്കാറുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ എന്താണ്, ഇതൊരു പൂക്കുറ്റിയാണ്. അതിൻ്റെ ബേസ് ഡയമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. അപ്പോൾ സോ റേഡിയസ് എത്രയെന്നായിരിക്കും, 10/2 = 5 cm ആണ് ബേസ് റേഡിയസ് എന്ന് കിട്ടി, ബേസ് റേഡിയസ് കിട്ടി. ഇനി എന്താ തന്നിരിക്കുന്നത്, ഇതിൻ്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്, ഹൈറ്റ് നമുക്ക് 12 cm തന്നിരിക്കുന്നു. ഓക്കെ, 12 cm നമുക്ക് തന്നിരിക്കുന്നു. 10,000 സച്ച് ഫയർ വർക്ക്സ്, ഇതുപോലത്തെ 10,000 പീസ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ എത്ര പീസ് ഉണ്ട്, 10,000 പീസാണുള്ളത്. 10,000 അളവുകളെല്ലാം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇത് കണക്കുള്ള 10,000 പീസ് ഉണ്ട്. ആ 10,000 പീസിൻ്റെ പുറത്ത് എന്ത് ഒട്ടിക്കണം, കളർ പേപ്പർ ഒട്ടിക്കണം. അതായത് പുറത്ത് കളർ പേപ്പർ ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ കാണുന്നത് ഇങ്ങനെയാണ് പൂക്കുറ്റി ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പുറഭാഗത്ത് ഒട്ടിക്കണം, അടിഭാഗത്ത് ഒട്ടിക്കണം. അതാണ് എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ദ പ്രൈസ് ഓഫ് ദ കളർ പേപ്പർ ഈസ്, അവിടെയാണ് പോയിന്റ്, 2 rupees പെർ സ്ക്വയർ മീറ്റർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 2 രൂപ, 2 റുപ്പീസ് എന്നാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. പോയിന്റ് മനസ്സിലാക്കണം. എന്താ, ഇതെല്ലാം അളവുകളെല്ലാം സെൻറ്റിമീറ്ററിലാണ് കിടക്കണേ. ഈ കാണുന്ന അളവുകളെല്ലാം സെൻറ്റിമീറ്റർ കിടക്കുന്നു. പക്ഷെ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാനാണ് പഠിക്കുന്നത്. ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിലും ശരി തന്നെ, അതുപോലെ തന്നെ പ്രിലിംസ് എക്സാം ആണെങ്കിലും ശരി തന്നെ, ഏത് എക്സാം ആണെങ്കിലും ശരി തന്നെ, ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമ്മളിത് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കാൻ പോകണം. 10,000 എണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഒറ്റ സ്റ്റെപ്പിന് ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒറ്റ സ്റ്റെപ്പിന് എഴുതുന്നു. ഈക്വൽ ടു, ആദ്യം ഒരെണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. അപ്പം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നു. ഒരെണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഒരെണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോട്ടൽ സർഫസ് ഏരിയ, കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ πRL + πR² ആണ് അല്ലേ. അപ്പോൾ ഞാൻ πRL + πR², ഒരെണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നു. അതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാ ഞാൻ ഇതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, ഒരെണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ 10,000 എണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ നമ്മുടെ കൈവശമാവും. ഇനി നിങ്ങൾ നോക്കണം, ഈ ആൻസർ ആക്ച്വലി നമുക്ക് എന്തിലാ കിട്ടാൻ പോണേ, ഈ കാണുന്ന ആൻസർ ഇത്രയും സാധനം എന്ന് പറയുന്നത് നമുക്ക് എന്തിലാ കിട്ടുന്നത്, അത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത്. പക്ഷേ നമുക്കിവിടെ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, 1 മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം. 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന സാധനത്തിനെ 10,000 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ, ഇത് ഒരെണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്, അതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10,000 എണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആയി. അതിനെ വീണ്ടും നമ്മൾ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ സ്ക്വയറിൽ, നിലവിൽ ഇത് എന്തിലായി, മീറ്റർ സ്ക്വയറിലായി. ഇപ്പം ഇത് ഈ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും, മീറ്റർ സ്ക്വയറിലാവും. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാനാണ് പഠിക്കുന്നത് കേട്ടോ. 10,000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് മീറ്റർ സ്ക്വയർ ആവും. ഇനി ഇൻറ്റു 1 മീറ്റർ സ്ക്വയറിന് 2 രൂപ. ഈ കിട്ടുന്ന ഉത്തരത്തിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം, 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം.
ഇതിൻ്റെ ഉപയോഗം കണ്ടോ, ഈ 10,000 എന്തായി പോവും, ക്യാൻസലായി പോവും. കണ്ടോ, ഇതാണ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താലുള്ള യൂസ്. ഇപ്പം നമുക്ക് ഇനി നമ്മൾ വാല്യൂസ് കൊടുത്ത് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. പൈ RL, പൈ എന്ന് പറയുമ്പോൾ നമുക്ക് 3.14 എടുക്കാം, 22/7 എടുക്കാം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, എച്ചും അതുപോലെ തന്നെ ആറും മാത്രമേ ഉള്ളൂ അല്ലേ. എച്ചും ഉണ്ട് 6 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, L കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, L കണ്ടുപിടിക്കാൻ പോകുന്നു. L = √H 12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ, √144 25 169 കേട്ടോ. 169 = 13 എന്ന് വരും. ഓക്കെ, 13. അപ്പോൾ നമുക്കിവിടെ 3.14 ഇട്ട് ചെയ്താൽ മതി. എന്തായാലും പൈയുടെ വാല്യൂ നമ്മൾ ഇൻറ്റു ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. 3.14 അല്ലെങ്കിൽ 22/7. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, 3.14 ഇട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു. എല്ലാം ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് 22/7 ഇട്ട് ചെയ്യുന്നത് എളുപ്പമായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ പൈ RL + പൈ R², പൈ തന്നെ എഴുതുന്നു. പൈ ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു L എന്ന് പറഞ്ഞാൽ എത്രയാണ്, L എനിക്കിപ്പോൾ കിട്ടി എത്ര എഴുന്നേറ്റി 13 പ്ലസ് പൈ R², പൈ ഇൻറ്റു 5ന്റെ സ്ക്വയർ. കിട്ടുന്ന ഉത്തരത്തിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അത് മാത്രമേ ഉള്ളൂ, ബാക്കി എന്ത് ചെയ്തു, 10,000 നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 50 3 15 65 65 പൈ പ്ലസ് ഇതെന്താണ് 25 പൈ ഇൻറ്റു 2. 65 പൈയും 25 പൈയും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 70 90 പൈ ആണ് വരുന്നത്. 90 പൈ ഇൻറ്റു 2 അപ്പോൾ എത്ര കിട്ടും, നമുക്ക് 180 പൈ എന്നാണ് വരുന്നത്. 180 പൈ ഇത്രയും നമുക്ക് റുപ്പീസിലാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ 180 ഇൻറ്റു 3.14 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. 180 ഇൻറ്റു 3.14 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ക്ലിയർ ആണേ. 180 ഇൻറ്റു 3.5 നമുക്കൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് എത്ര ആൻസർ കിട്ടും നമുക്ക് നോക്കാം. 565.565 ആണ്, 565.2 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മൊത്തം കാശ് അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് മൊത്തം ചിലവെന്ന് പറയുന്നത് 565.20 ആണ് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. 565 രൂപ എന്ന മിക്കവാറും ഓപ്ഷനിൽ കാണത്തുള്ളൂ. നമ്മൾ അതിന് നമ്മൾ 20 റുപ്പീസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 565 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആദ്യം ഒരെണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു, അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10,000 എണ്ണത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആയി. അതിനെ നമ്മൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ്, നമുക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. നമ്മൾ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, മീറ്റർ സ്ക്വയർ ആയി. എന്നിട്ട് ആ മീറ്റർ സ്ക്വയർ, ഒരു മീറ്റർ സ്ക്വയർ എത്ര രൂപ എന്നതിനുണ്ടായിരുന്നു, 2 രൂപ എന്നതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞ് ആൻസറിലേക്ക് പോയത്. അല്ലാതെ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ നമ്മൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാൻസൽ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. The base radius and height of a cylindrical block of wood are 15 cm and 40 cm. What is the volume of the largest cone that can be carved out of this? എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഒരു സിലിണ്ടറാണ്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, സിലിണ്ടറാണ് തന്നിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, അത് 15 സെൻറ്റിമീറ്റർ എന്ന്. ബേസ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ എന്നും അതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോണിൻ്റെ വോളിയം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺ, ഇതാ ഈ വരച്ചിരിക്കുന്നതാണ് അല്ലേ, ഈ കാണുന്നതാണ് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ റേഡിയസിനും ഹൈറ്റിനും മാറ്റമുണ്ടോ, ഇല്ല. ഇക്വേഷൻ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലം. വോളിയം = 1/3 പൈ R² H. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 15 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ 15 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 40 ആണ് അല്ലേ. അപ്പോൾ 15ന്റെ സ്ക്വയർ ഇൻറ്റു 40. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ 1/3 ഇൻറ്റു പൈ ഇൻറ്റു 15 ഇൻറ്റു 40 ആണല്ലേ. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും, നമുക്കിവിടെ 5 എന്ന് വരും അല്ലേ. നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് വരും. ഇനി
5 into 15 നമ്മൾ ചെയ്യുമ്പോൾ 75 75 ആണ് വരുന്നത്. 75 into 40 നമുക്ക് ചെയ്യുമ്പോൾ 150 300 3000. ഓക്കെ, നോക്കാം. 15 എന്താണ്, 15 ആകുമ്പോഴത്തേക്ക് 75 into 4 300 ദെൻ എന്താണ് 3000 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടില്ല, പൈ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പൈയുടെ വാല്യൂ 3.14 കൊടുത്തോ അല്ലെങ്കിൽ 22/7 കൊടുത്തോ പൈ കൊണ്ട് ഇൻറ്റു ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പൈ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈ കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3000 പൈ ആണെന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇവിടെ ഈ ചോദ്യം പറയാനുള്ള മെയിൻ സാധനം ഇതാണ്. ഈ സാധനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ 12 cm and 20 cm. By melting it and recasting, how many cones of base radius 4 cm and height 5 cm can be made എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? The base radius and height of a solid metal cylinder. The base radius and height of a solid metal cylinder are 12 cm and 20 cm. അപ്പോൾ ഒരു സോളിഡ് മെറ്റൽ സിലിണ്ടർ നമ്മുടെ കൈവശം ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ ഈ ചോദ്യം എല്ലാം നിങ്ങളങ്ങ് മറക്കുക. ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റിലേക്ക് മാത്രം വരിക. നിങ്ങളുടെ വീട്ടിൽ ഒരു 1 kg വെയിറ്റുള്ള ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വന്നു എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യും. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് 1 kg വെയിറ്റുള്ള ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നിങ്ങളടുത്ത് പറയുകയാണ്, നിങ്ങളത് 100 grams വീതമുള്ള എത്ര പീസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി 10 പീസ്, 10 പീസ് കിട്ടാൻ പറ്റും. അതായത് 1 kg എന്ന് പറയുമ്പോൾ 1000 gram ആണ്. 1000 gram കൊണ്ടുവന്നിട്ട് 100 grams ഉള്ള എത്ര പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്പർ ഓഫ് പീസ് 10 എന്ന് നിങ്ങൾ പറയും. എങ്ങനെയാ പറഞ്ഞേ? യെസ്, നിങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്ന കേക്കിൻ്റെ ഭാരം ആദ്യം എഴുതി, ഡിവൈഡഡ് ബൈ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചെറിയൊരു പീസിൻ്റെ ഭാരം എഴുതി. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെയും കൺസെപ്റ്റ്. അപ്പോഴാണ് നിങ്ങൾക്ക് നമ്പർ ഓഫ് പീസ് കിട്ടിയത്. ഇത് തന്നെയാണ് ഇവിടുത്തെയും കൺസെപ്റ്റ്. എന്താണോ നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോകുന്ന സാധനത്തിൻ്റെ വോളിയം ആദ്യവും ന്യൂമറേറ്ററായിട്ടും മെൽറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ എന്താണ് വോളിയം ഡിനോമിനേറ്ററായിട്ടും കൊടുക്കുക. അപ്പം നമുക്ക് നമ്പർ ഓഫ് പീസ് കിട്ടും. അത് ഒരുമിച്ചേ ചെയ്യാവൂ. 2 സ്റ്റെപ്പായിട്ട് ആദ്യത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നു, രണ്ടാമത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഒരുമിച്ച് ഒറ്റ സ്ട്രെസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. അതായത് ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ 12 cm ആൻഡ് 20 cm എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സിലിണ്ടറിനെയാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു നമ്പർ ഓഫ് പീസ് ആണ് വേണ്ടത്. ദ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് നമ്മൾ എന്തായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, വോളിയം ഓഫ് കോൺ. നമ്മൾ ചെറിയ കോൺസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ വോളിയം ഓഫ് കോൺ. ഒറ്റ സ്റ്റെപ്പിന് ഇതിൻ്റെ ആൻസർ നോക്കാം. വോളിയം ഓഫ് സിലിണ്ടർ പൈ r²h. ഞാൻ എന്തുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു? 2-നും r കൊണ്ട് h കൊണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. ബൈ 1/3 പൈ r²h. ഒറ്റ സ്ട്രെച്ചിൽ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം ഞാൻ എന്തെഴുതി, പൈ എഴുതി, ഇൻറ്റു സിലിണ്ടറിൻ്റെ റേഡിയസ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ദ റേഡിയസ് എന്ന് പറയുന്നത് മെറ്റൽസ് എന്താണ്, റേഡിയസ് ആൻഡ് ഹൈറ്റ്. റേഡിയസ് 12 cm. അപ്പോൾ 12 ഇൻറ്റു ഹൈറ്റ് 20 cm. അപ്പോൾ സിലിണ്ടറിൻ്റെ വാല്യൂസ് എല്ലാം കൊടുത്തു. ദെൻ അടുത്ത കോണിൻ്റെ വാല്യൂസ് കൊടുക്കാം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു r². കോൺ എന്താണ്? ബൈ മെൽറ്റിംഗ് ഇറ്റ് ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ് 4 cm ആണ്. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. നോക്ക് എന്തുകൊണ്ട് ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. പൈയും ക്യാൻസൽ. 4ഉം 12 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3. 4ഉം 12 ക്യാൻസൽ ചെയ്തു, ഇവിടെ 3. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ കിട്ടി 4. ഇനി നമ്മളിലുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. 3 ഇൻറ്റു 3 ഇൻറ്റു 4/1/3 ആണ്. ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവിഷൻ ചെയ്യണം, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആൻസർ 3 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 3. 3/1 എന്ന് പറയുമ്പോൾ 3 തന്നെയാണ്.
അപ്പോൾ 3 × 3 9, 9 × 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 36 ആണ്. 36 × 3 എന്ന് പറയുമ്പോൾ 108 ആണ്. എത്ര പീസ് ഉണ്ടാക്കാൻ പറ്റും? 108 പീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇനി എപ്പോൾ കണ്ടാലും നിങ്ങൾ ഈ മെത്തേഡിലായിരിക്കണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. മെൽറ്റ് ചെയ്യാൻ പോകുന്ന സാധനം ന്യൂമറേറ്ററും മെൽറ്റ് ചെയ്ത് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ടിൻ്റെ ഒരെണ്ണത്തിൻ്റെ വോളിയം ഡിനോമിനേറ്ററിലും കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് പീസ് കിട്ടും. സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sector of central angle 216 degree is cut out from a circle of radius 25 centimeter and is rolled up into a cone. What are the base, radius and height of the cone? What is its volume? നല്ല ക്വസ്റ്റ്യൻ. അതായത് കോണിൽ നമ്മൾ പഠിച്ച എല്ലാ കൺസെപ്റ്റും നമ്മൾ പഠിച്ച കംപ്ലീറ്റ് സാധനവും എവിടെ വരാൻ പോകുന്നു? ഈ ക്വസ്റ്റ്യനിൽ വരാൻ പോവാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യം നോക്കാം. ആദ്യം ഒരു സെക്ടറാണ് തന്നിരിക്കുന്നത്. സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി ഞാൻ എഴുതി. നെക്സ്റ്റ് ഈസ് കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ്. അപ്പോൾ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ. സോ എല്ലും എന്തായിരിക്കും? 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ബേസ് റേഡിയസ് എന്താണെന്ന് അറിയണം, അതിൻ്റെ ഹൈറ്റ് എന്താണെന്ന് അറിയണം, വോളിയം കണ്ടുപിടിക്കണം. ഇത്രയും ജോലി നമുക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ബേസ് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡിലേക്ക് പോകാം. R/R = x/360 അപ്ലൈ ചെയ്താൽ നിങ്ങൾ മൊത്തം ടോപ്പിക്ക് പഠിച്ചോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, സ്മോൾ ആർ ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ R എനിക്ക് ഓൾറെഡി എത്രയെന്നുണ്ട്? 25 എന്നുണ്ട്. = എക്സ് എന്ന് പറയുന്നത് 216 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റിന് തരുന്നുണ്ട്. ഇത് 360 ആണല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ R = 216 × 25/360 ആണ് നമ്മൾ ചെയ്യാൻ പോണത്. എത്രയോടെ ക്യാൻസൽ ചെയ്യാം? നമുക്ക് തൽക്കാലം എളുപ്പം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ വേറെ നമ്പറൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 25 നമുക്ക് 5 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലേ. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ 25 പോയിട്ട് ഇവിടെ 5 ആവും. ഇത് വന്നിട്ട് 72 ആവും അല്ലേ. 72 ആണല്ലേ. 72 35 2 72. ഇനി നമുക്ക് ഏത് നമ്പർ കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 7 × 9 6 7 × 7 × 9. ഓക്കെ, നമുക്ക് 9 കൊണ്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്രയാണ്? 8 9 അല്ലേ. 9 8 72 ആണ്. അപ്പോൾ ഇവിടെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് വരും. ഇവിടെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 9 18 18 പോയിട്ട് 30 36. ഓക്കെ, 4 24 അല്ലേ. അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് 3 അല്ലേ. 8 3 24. എത്രയും തന്നു? R = 15 എന്ന് വന്നു. ഓക്കെ, 3 × 5 = 15. R = 15. ഇനി ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം. ജസ്റ്റ് കോൺ വരയ്ക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ ഓർക്കുക. ഞാനിവിടെ കോൺ വരയ്ക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല, കോൺ വരയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഞാൻ ചെയ്യും. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. √L² - R² ആണ് ഹൈറ്റ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ. √L എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് സ്ലാൻഡ് ഹൈറ്റ് 25 എന്നുണ്ട്. 25ൻ്റെ സ്ക്വയർ മൈനസ് R² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. √625/200 എന്താണ്? 225 ചെയ്യുമ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും? എനിക്ക് 400 എന്ന് കിട്ടും. 400 √400 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ എനിക്ക് ഹൈറ്റും കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടിയത്? അപ്പോൾ ഹൈറ്റും ആയ സ്ഥിതിക്ക് എനിക്ക് ഇനി എന്തിലേക്ക് പോകണം? വോളിയത്തിലേക്ക് പോകണം. വോളിയം കണ്ടുപിടിച്ചാൽ മതി. വോളിയം = 1/3 πr²h. 1/3 × π × r. റേഡിയസ് സ്മോൾ ലെറ്റർ r ഇവിടെ ഉണ്ട്. എത്രയെന്നുണ്ട്? 15 എന്നുണ്ട്. സോ 15 × 15 × ഹൈറ്റ് എനിക്ക് എത്രയെന്നുണ്ട്? ഹൈറ്റ് എനിക്ക് ഇവിടെ 20 എന്ന് കിട്ടി അല്ലേ. 20 എന്ന് കിട്ടി. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്കിവിടെ എത്ര നിന്ന് 5 എന്ന് വരുന്നു അല്ലേ. 5 ആകുമ്പോഴത്തേക്ക് 5 × 15 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 75. 75 × 2 എന്നാൽ 150 1500 അല്ലേ. 1500 π സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് വോളിയം വരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, പൈ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നില്ല. പൈ കൊണ്ട് ഇൻറ്റു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്ത് ആൻസർ 2000 സംതിങ്ങോളം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്ത് ആൻസറിലേക്ക് പോവാം. അപ്പോൾ 1500 π സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇവിടുത്തെ വോളിയമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം?
ഇതിനെ നമുക്ക് റേഷ്യോയുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. The base radius of two cones are in the ratio 3:5 and their heights are in the ratio 2:3. What is the ratio of their volume എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ V1:V2 ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നു ബേസ് റേഡിയസ്, അതായത് R1:R2 എന്ന് പറയുന്നത് 3:5 എന്ന് ക്വസ്റ്റിന് തരുന്നു. അതുപോലെ തന്നെ ഹൈറ്റ് അല്ലേ, H1:H2 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിന് തരുന്നു, അത് 2:3 എന്ന് നമുക്ക് തരുന്നു. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, എക്സ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡയറക്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് കൊടുത്ത് അല്ലെങ്കിൽ കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോബ്ലം ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ എടുത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്താ വോളിയം കണ്ടുപിടിക്കുക ഇക്വേഷൻ 1/3 പൈ R² H, ഇത് R1 H1 ഈസ് 1/3 പൈ R² H R2 H2. 1/3 പൈയും 1/3 പൈയും എന്ത് ചെയ്യും, അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് മാത്രം നമുക്ക് മതി. R1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3ന്റെ സ്ക്വയർ 3 × 3 × H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2 ആണ് ഈസ് 2. അടുത്തത് എന്താണ്, R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അവിടെ 5 ആണ്. 5 × 5 × 3 ആണ് വരുന്നത്. ഓക്കെ, H2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും. നമുക്ക് കിട്ടുന്നു 6:25 എന്നാണ് ആൻസർ കിട്ടുന്നത്. 6:25 ആണ് ഇതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയാം. കണ്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 cones have the same volume and their base radii are in the ratio 4:5. What is the ratio of their heights? അതിൻ്റെ ഹൈറ്റിൻ്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടിയത്. വോളിയം ഈക്വൽ ആണല്ലേ, അപ്പോൾ V1:V2 എന്ന് പറയാം. ഇനി റേഡിയസിൻ്റെ റേഷ്യോ നമുക്ക് പറയുന്നു. റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് R1:R2 എന്ന് പറയുന്നത് 4:5 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലേ. ചെയ്യാം. വോളിയം കണ്ടുപിടിക്കുക ഇക്വേഷൻ 1/3 പൈ R² H R1 H1 ഈക്വൽ ടു 1/3 പൈ R2² H2. അപ്പോൾ എന്ത് ചെയ്യാം, 1/3 പൈയും ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. R1² എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ അല്ലേ, 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 4ന്റെ സ്ക്വയർ ആണ് 25 H ഈക്വൽ ടു. അടുത്തത് 5ന്റെ സ്ക്വയർ ആണ്, സോറി ആദ്യം 4ന്റെ സ്ക്വയർ ആണ് കേട്ടോ. R1 ആണ്, R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ് കേട്ടോ. അപ്പോൾ 16 H1 ഈക്വൽ ടു, അടുത്തത് എത്രയാണ്, 25 H2. അപ്പോൾ H1/H2 ഈക്വൽ ടു 25/16. That means H1:H2 equal to 25:16. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് 25:16 എന്ന് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഹൈറ്റ്സിൻ്റെ റേഷ്യോയും കിട്ടും. സെറ്റാണേ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട ടോപ്പിക് എന്ന് ചോദിച്ചാൽ കോണുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നമ്മൾ ഇതിനകത്ത് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അടുത്തൊരു ടോപ്പിക് ഉണ്ട്. നമുക്ക് ഫ്രസ്റ്റം ഓഫ് എ കോണും അതുപോലെ സ്പിയർ ഹെമിസ്പിയറുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ ഒരു മെൻസുറേഷൻ്റെ ഒരു സെക്ഷൻ കഴിയും. പിന്നെ നമുക്ക് സ്ക്വയർ പിരമിഡ് കൂടി പഠിക്കാനുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കണക്ഷനും കൂടെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.